നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കോടശ്ശേരി പഞ്ചായത്തിലെ മേച്ചിറ മുതൽ കൊടകര പഞ്ചായത്തിലെ പുത്തുക്കാവ് വരെ നീളുന്ന നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് മെയ് 18 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക സംഘം മരത്തംപിള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാരിയർ കൌൺസിലിംഗ് ക്ലാസും SSLC +1 +2 വിദ്യാർത്ഥികൾക്കായി കാരിയർ പാത്ത് ഫൈൻഡർ പ്രോഗ്രാം കോഴ്സും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി നഗരസഭ 13ാം വാർഡായ ഗാന്ധിനഗറിലെ 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കോടശ്ശേരി പഞ്ചായത്തിലെ മേച്ചിറ മുതൽ കൊടകര പഞ്ചായത്തിലെ പുത്തുക്കാവ് വരെ നീളുന്ന 9 കിലോമീറ്റർ നീളമുള്ള നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. 8.98 കോടി രൂപ ചിലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരിച്ച് മെക്കാഡം ടാറിംഗ് നടത്തിയത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടന ശിലാഫലകം TJ സനീഷ് കുമാർ MLA അനാച്ഛാദനം ചെയ്തു. PWD റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NG ബാഹുലയൻ, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, PWD എഞ്ചിനീയർ PP റാബിയ, അൻവർ സാദത്ത്, VM ആന്റണി, TV പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. ഏറ്റവും വലിയ വാർഡുകളെല്ലാം ബന്ധിപ്പിക്കുന്ന മേച്ചർ മുതൽ അവർ നമ്മോട്ട് നിരവധിയായിട്ടുള്ള അതേ സൂചിപ്പിച്ച് കടന്നുപോയതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള റോഡുകളാണ് കോടശ്ശേരി പഞ്ചായത്തിൽ ഇതിനകം പൂർത്തീകരിച്ചിട്ടുള്ളതും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ വിവിധ പദ്ധതികൾ. ഈ പറയുന്ന മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് മെയ് 18 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന 163ാമത്തെ ക്യാമ്പാണിത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന, കാഴ്ച പരിമിതികളൊക്കെ നേരിടുന്ന 13,000-ൽ പരം ജനങ്ങൾക്ക് സഹായമേകാൻ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രയത്നിക്കുന്ന കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും ചേർന്ന് നടത്തുന്ന 163ാമത്തെ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് മെയ് 18 കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടത്തുന്നു. കർഷക സംഘം മരത്തംപിള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി അംഗം KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VN സനീഷ് അധ്യക്ഷത വഹിച്ചു. BC പ്രഭാകരൻ, സുരേഷ് കല്ലിങ്ങപ്പുറം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷീര കർഷകയായ കല്യാണിയെ അനുമോദിച്ചു. യോഗത്തിൽ സനീഷ് നാരായണനെ പ്രസിഡന്റായും BC പ്രഭാകരനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാരിയർ കൌൺസിലിംഗ് ക്ലാസും SSLC +1 +2 വിദ്യാർത്ഥികൾക്കായി കാരിയർ പാത്ത് ഫൈൻഡർ പ്രോഗ്രാം കോഴ്സും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആളൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിൽ
ശനിയാഴ്ച രാവിലെ 9:30 ക്ലാസ് ആരംഭിക്കും. പ്രവേശനവും പരിശീലനവും സൗജന്യമാണ്. മാസത്തിൽ ഒരു ദിവസം വീതം 10 മാസമാണ് ക്ലാസിന്റെ ദൈർഘ്യം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9007268495 9995222477 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ ആങ്കാരത്ത്, സെക്രട്ടറി ഷാജു വാഴപ്പിള്ളി, ട്രെയിനർ NS സന്തോഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാങ്കിൻ്റെ കീഴിൽ ഒട്ടനവധി കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കരിയർ ട്രെയിനിങ് ക്ലാസ് കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം ഇന്ത്യ നിലവിൽ ആ ഭാഗത്തില്ല. അങ്ങനെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏത് മേഖലയാണ് എന്നും നിർബന്ധമില്ല. അവർക്കൊരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിന് പറ്റാവുന്ന മാഷന്മാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും വെച്ചതിൻ്റെ ക്ലാസ് കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്ക് ഇതിന് മുൻകൈയെടുത്തിരിക്കുന്നത്. ആദ്യത്തെ തുടക്കമാണ് ഈ നടക്കുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. ആ ടെസ്റ്റ് നോക്കിയിട്ട് കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി ചേരുന്നു. അതിന് പകരം അവർ ഏത് കരിയറിലാണ് എത്തേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുന്നു. അതിന് ചേർന്ന കോഴ്സ് താഴോട്ട് തീരുമാനിച്ച് ആ കോഴ്സ് തീരുമാനിക്കാനായിട്ട് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ. തുടങ്ങി 25 വർഷത്തോളമായി സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്ന നിലയിൽ സ്ഥാപനം വളർന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനം തുടരുന്നതിനും നല്ല താല്പര്യമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നതിനുമുള്ള ഒരു അന്തസ്സുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കോഴ്സ്, ഒരു പ്രോഗ്രാം. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ് 2024-25 ശ്രദ്ധേയമായ സേവന വർഷത്തിന് സമാപനം കുറിക്കുന്നു. ക്ലബിന്റെ 50ാമത് പദ്ധതിയുടെ ഭാഗമായി VR പുരത്ത് പുതിയതായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മെയ് 17 ശനിയാഴ്ച ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും. ക്ലബിന്റെ ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് കലാകായിക സാംസ്കാരിക രംഗത്തെ മികവിന് RLV രാമകൃഷ്ണനും പൊതുപ്രവർത്തന രംഗത്തെ മികവിന് VJ ജോജിക്കും നൽകി ആദരിക്കും. മെയ് 28-ാം തീയതി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുന്ദര വടിവേലു അവാർഡ് ദാനം നിർവഹിക്കും. ഭവന നിർമ്മാണ പദ്ധതികൾ, കാർഷിക സെമിനാറുകൾ, വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ കണ്ണട വിതരണം, ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ ലഭ്യമാക്കുന്ന പദ്ധതി ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് PD ദിനേശ്, ക്ലബ് ഡയറക്ടർമാരായ അനീഷ് കുഞ്ഞപ്പൻ, വിപിൻ വിജയൻ, അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, ജീസൺ ചാക്കോ, അഡ്വക്കേറ്റ് KV സുനിലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനമായിട്ട് 2 ഭവനങ്ങൾ നമ്മൾ ഈ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലൊന്നിൻ്റെ താക്കോൽദാനം നാളെ VR പുരത്ത് വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകദേശം 1000-ഓളം കർഷകർക്ക്. ചാലക്കുടി നഗരസഭ 13ാം വാർഡായ ഗാന്ധിനഗറിലെ 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് CPIM ഗാന്ധിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആധാരം നൽകാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും നഗരസഭ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഷൈജ സുനിൽ അധ്യക്ഷയായി. TP ജോണി, KI അജിതൻ, VJ ജോജി, TD എലിസബത്ത്, PO ബിനു, VK തോമസ് എന്നിവർ സംസാരിച്ചു. ബാലസംഘം കൊടകര നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPIM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. D ബേബി, VL ജോണി, KV നൈജോ, ജോൺസൺ, ജോയൽ, കുമാരി, AK ബാലൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അലീന റോസിനെയും തൃശൂർ ലൈബ്രറി കൌൺസിൽ നടത്തിയ കവിതാരചനാ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ മേഖലാ സെക്രട്ടറി കനിഷ്ക് ഹരിയെയും അനുമോദിച്ചു. സിവിൽ സ്റ്റേഷനിലെ മെഡിക്കൽ കെയർ സെന്റർ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും സഹകരണത്തോടെ സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ച മെഡിക്കൽ കെയർ സെന്റർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു.
വിവിധ സർക്കാർ സേവനങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കും സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കും അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായം ഉറപ്പാക്കാനും പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനും ലക്ഷ്യമാക്കിക്കൊണ്ട് ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ മെഡിക്കൽ കെയർ സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മെഡിക്കൽ കെയർ സെന്റർ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റാണ് തൃശൂർ ജില്ലാ കളക്ടറേറ്റ്. മുൻകാലങ്ങളിൽ സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ, ജീവനക്കാർ എന്നിവരിൽ ക്ഷീണം, തലകറക്കം, തളർച്ച തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പ്രഥമ ശുശ്രൂഷ ഉറപ്പുവരുത്താൻ മെഡിക്കൽ കെയർ സെന്റർ സ്ഥാപിച്ചത്. മെഡിക്കൽ കെയർ സെന്റർ മെയ് 19 തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ADM ടി മുരളി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി, നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സജീവ് കുമാർ, കളക്ടറേറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. കോടശ്ശേരി പഞ്ചായത്തിലെ മേച്ചിറ മുതൽ കൊടകര പഞ്ചായത്തിലെ പുത്തുക്കാവ് വരെ നീളുന്ന നവീകരിച്ച ചാത്തൻ മാസ്റ്റർ റോഡ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് മെയ് 18 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക സംഘം മരത്തമ്പിള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാരിയർ കൌൺസിലിംഗ് ക്ലാസും SSLC +1 +2 വിദ്യാർത്ഥികൾക്കായി കാരിയർ പാത്ത് ഫൈൻഡർ പ്രോഗ്രാം കോഴ്സും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി നഗരസഭ 13ാം വാർഡായ ഗാന്ധിനഗറിലെ 19 കുടുംബങ്ങൾക്ക് ആധാരം നൽകുന്ന കാര്യത്തിൽ നഗരസഭ കാലതാമസം വരുത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.